അപ്പോൾ മച്ചന്മാരെ നമ്മൾ പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഗെയിംസ്റ്റർ ആയിട്ട് നമ്മൾ ആദ്യമായിട്ട് സംസാരിക്കുകയാണ്. പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ സംസാരം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. നമ്മൾ കഴിഞ്ഞ തവണ ചിക്കാപ്പ് ചോദിച്ചാൽ കണ്ടു. ഇനി ചിക്കാപ്പിൽ എങ്ങനെ കോൺസ് ഉണ്ടാക്കാമെന്നാണ്. നമ്മൾ ചിക്കാപ്പ് ഫസ്റ്റ് ഇങ്ങനെ തുറക്കുക. എന്നിട്ട് നമ്മുടെ അടുത്ത് എത്ര കോൺസ് ഉണ്ടെന്ന് അറിയണമെങ്കിൽ മീ എന്ന് പറഞ്ഞ ഓപ്ഷൻ നിൽക്കുക. അപ്പോൾ എൻ്റെ അടുത്ത് ഇപ്പോൾ 0 കോൺസാണ്. ഞാൻ അതിൽ GTA 5 ദ ഫോറസ്റ്റ് സാൻ ആൻഡ്രിയാസ് GTA 4 സ്പൈഡർമാൻ 2 സ്ട്രേ എന്ന ഗെയിം കളിച്ചിട്ടുണ്ട്. നമ്മൾ എന്താ പറയുക, അപ്പോൾ ഇവിടുന്ന് എടുക്കണമെന്നില്ല. അപ്പോൾ ഈ എക്സ്പ്ലോറർ എടുത്തിട്ട് ഫ്രീ കോയിന്മ കൊടുക്കുക. അപ്പോൾ കോയിന്മ കൊടുക്കുമ്പോൾ ഇവിടെ കളക്ട് ഫ്രൂട്ട് ഇതിൽ നിന്ന് ഇങ്ങനെ പരസ്യം കാണും. നമുക്ക് ഓരോ ഫ്രൂട്ടുകൾ കിട്ടും. ഇവിടെ ഒരു ഇതുണ്ടോ, ഇത് ഫുള്ളാക്കി ഫില്ല് ചെയ്താൽ നമുക്ക് ഈ കോയിൻസൊക്കെ കിട്ടും. ഫസ്റ്റ് നമ്മൾ ഫ്രീ കോയിൻസ് കൊടുക്കുക. എന്നിട്ട് വാച്ച് ആഡ്സ് വീഡിയോ, നമ്മൾ വാച്ച് ആഡ്സ് വീഡിയോ കൊടുക്കുക. അപ്പോൾ ഒരു ആഡ് റണ്ണാവും. അപ്പോൾ മച്ചന്മാരെ ഇത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തെറ്റ് കൊടുത്തു. ഫ്രീ കോയിൻസൊക്കെ പിന്നെയും പോകണം. അപ്പോൾ ഇവിടെ റിസീവ് പറഞ്ഞൊരു ഓപ്ഷൻ വരും. കൊടുത്തതിനാൽ കേട്ടോ ഇവിടെ ഒരു 5 കോയിൻസ് നമുക്ക് കിട്ടും. ഇതിങ്ങനെ 3 വട്ടം കാണാണ്ടാവും. ഞാൻ ഒരു വട്ടം കണ്ടു. അപ്പോൾ നിങ്ങൾ 3 വട്ടം കണ്ടാൽ നിങ്ങൾക്ക് 15 കോയിൻസ് കിട്ടുന്നതാണ്. അപ്പോൾ ഇത് ഓരോ ലെവലുകളാണ്. നിങ്ങൾക്ക് ലെവൽ 3 ഒരു കാർഡ് കിട്ടും, ലെവൽ 4 ഇത് കിട്ടും, ലെവൽ 5 30 കോയിൻസ് കിട്ടും, ലെവൽ 6 മറ്റേത് കിട്ടണം, എന്താ പറയുക, ഒരു കാർഡ് കിട്ടും കോയിൻസിന്. ലെവൽ 7 60 കോയിൻസ്. ഈ ലെവൽ 10 ഇതൊക്കെ ആയവർക്ക്, ലെവൽ 12 ആയവർക്ക് 120, ലെവൽ 14 ആയവർക്ക് 200 കോയിൻസൊക്കെ കിട്ടും. ഫസ്റ്റ് നമ്മൾ ഈ കളക്ട് ഫ്രൂട്ട് എന്താണെന്ന് കാണിച്ചു തരാം. അതിന് മുമ്പ് വേറെ സംഭവം കാണിക്കാണ്ട് നമ്മൾ ഈ ഫ്രീ കോയിൻസൊക്കെ പോവുക. ഫ്രീ കോയിൻസ് പോയിട്ട് ഈ വീക്കിലി ബിഗിനർ എന്നൊക്കെ കണ്ടോ, വീക്കിലി കൊടുത്ത് കഴിഞ്ഞാൽ ഇവിടെ ഫ്രീ ആഡ് വീഡിയോ നിങ്ങൾക്ക് 10 കോയിൻസിന് 5 തുടങ്ങിയിട്ട് 10 കോയിൻസിൻ്റെ ഉള്ളിലുള്ള കോയിൻസുകൾ നിങ്ങൾക്ക് ഇത് കണ്ടാൽ 5 വട്ടം കണ്ടാൽ അപ്പോൾ കിട്ടും. 10 കോയിൻസ് കിട്ടിയേക്കാം, 5 കോയിൻസ് കിട്ടിയേക്കാം, ചിലപ്പോൾ 7 കോയിൻസ് കിട്ടിയേക്കാം, അങ്ങനെയൊക്കെ ആവും. ബിഗിനർക്ക് പോയാൽ നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻസാണ്. നമ്മൾ എൻ്റെ ഒരു ഗെയിം ഫോർ ദ ഫസ്റ്റ് ടൈം 20 കോയിൻസ്, ലിമിറ്റ് ടൈം ആഡ്സ് 5 കോയിൻസ്, അങ്ങനെ കുറേ പരിപാടികളുണ്ട്. എൻ്റെ ഒരു ചിക്കി ഫോർ ദ ഫസ്റ്റ് ടൈം ഇത് കിട്ടിയിട്ടില്ല, നിങ്ങൾക്ക് കിട്ടിയാൽ ലൈവ് സ്ട്രീം 4-5 മിനിറ്റ്സ് എന്ന് വെച്ചാൽ ഒരു ലൈവ് വീഡിയോ ഉണ്ടാവും. അതൊരു എന്താ പറയുക, ഒരു 5 മിനിറ്റ് കണ്ടാൽ നിങ്ങൾക്ക് 5 കോയിൻസ് കിട്ടും. ഇപ്പം നമ്മൾ കളക്ട് ഫ്രൂട്ട് കൊടുക്കുകയാണ്. കളക്ട് ഫ്രൂട്ട് കൊടുത്ത് വാച്ച് ആഡ് റിസീവ് അത് കൊടുക്കുക. അപ്പോൾ ഒരു ആഡ് റണ്ണാവും. അപ്പം നമ്മൾ ഇവിടെ ഫൈലായി. അയ്യോ നമുക്ക് ആ കോയിൻസ് ഇത് കിട്ടിയില്ല ഗൈസ്. നിങ്ങൾക്ക് ഇങ്ങനെ ഫ്രൂട്ടുകളൊക്കെ കിട്ടും. ഇപ്പോൾ ഈ 4 ചെറി ഒപ്പം വെച്ചാൽ നിങ്ങൾക്ക് 1000 കോയിൻസ് കിട്ടും. അങ്ങനെ ഇവിടെ ഒരു ചെറി, ഇവിടെ ഒരു മറ്റേ ഈ പഴം, പിന്നെ മുന്തിരിങ്ങ, അങ്ങനെ വെച്ചാൽ നിങ്ങൾക്ക് 88 കോയിൻസ്. അതേമാതിരി ഇതൊക്കെ അടുക്കി വെക്കണം, അത്രയും നമുക്ക് കോയിൻസ് കിട്ടുന്നതാണ്. അപ്പോൾ നമ്മളടുത്ത ടാസ്ക് വെച്ചാൽ കോയിൻസ് ടെസ്റ്റ്. അതിന് മുമ്പേ നമ്മൾ ഇതൊക്കെ കുറേ പരസ്യം കണ്ടാൽ ഇവിടെ ഇപ്പോൾ ആ പരസ്യം കണ്ടോട് ഒന്നും കിട്ടിയില്ല. അപ്പോൾ ഈ വാച്ച് ആഡ്സ് വീഡിയോ വാച്ച് ആഡ്സ് വീഡിയോ ഒരു 5 കോയിൻസും പാടി തന്നു. ഇവിടെ 10 കോയിൻസായി, കണ്ടോ 10 കോയിൻസായി. നമ്മൾ കോയിൻസ് ജസ്റ്റ് ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മളിതിങ്ങനെ കാണും. നമുക്ക് പറഞ്ഞുതരാം. സ്കിപ്പാക്കാണ്. എനിക്ക് ഈ ഗെയിം കളിക്കാൻ പറ്റും ഗൈസ്. നമ്മളെ ബോധിപ്പിക്കാൻ ഉടായ്പ ഗെയിമുകളാണ്. അപ്പോൾ നമ്മളപ്പോൾ കഴിക്കുമല്ലോ, അപ്പോൾ എന്താ ഉടായ്പ പരിപാടി എന്ന് പറയും. അപ്പം നമ്മളിങ്ങനെ പോയി നമുക്കിപ്പോൾ എന്തെങ്കിലും കിട്ടിയോ? ഇവിടെ ഉടായ്പ പരിപാടി, നമുക്കൊന്നും കിട്ടിയില്ല. അങ്ങനെയൊക്കെ ഭാഗ്യം വെച്ചിട്ടാണ്. അപ്പം നമുക്കുണ്ടല്ലോ ഈ ലെവൽ 1 ഈ സാധനം ഒന്ന് കിട്ടും. ഇത് 2 കിട്ടിയാൽ ലെവൽ 2ൻ്റെ ഇത് കിട്ടും. അപ്പോൾ ഈ 2 കിട്ടിയ ഇവിടെ മറുകെന്ന് വരും. മറുകുമ്പോൾ നോക്കിയാൽ ഇതൊന്നാവും. ഇങ്ങോട്ട് ഇത് 3 ഉണ്ടാക്കണം. അപ്പോൾ ഇത് കിട്ടും. ഇവിടെ മറുകെന്ന് വരും, അതാക്കാം. നിങ്ങൾക്ക് ഈ മൂന്നാമത്തെ ഈ സാധനം ഉണ്ടല്ലോ, ആ നീല ബ്ലൂ കളർ, ഈ ലെവൽ 3 കിട്ടിയാൽ നിങ്ങൾക്ക് 20 കോയിൻസ് ആയിട്ട് കിട്ടണതാണ്. ഇപ്പം നിങ്ങൾ ഏകദേശം ഒരു ലെവൽ 6 വരെ കൊണ്ടുപോവുകയാണെങ്കിൽ നിങ്ങൾക്ക്
1699 കാണിച്ച് കിട്ടും ഗൈസ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇത് കിട്ടും. അപ്പോൾ ഇത് 2 ആക്കിയിട്ട് മാർക്ക് കൊടുക്കുക. അപ്പോൾ ലെവൽ 2. അപ്പോൾ ഈ സാധനം കിട്ടും. ഇത് ഞാൻ കാണിച്ചു തരാം. കളക്ട് ഫ്രൂട്ട് അല്ല, ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. കോൺചസ്റ്റിൽ ഈ സാധനം എന്താ പറയുക, ഇത് 2 ആയിക്കഴിഞ്ഞാൽ ഇത് മറുകെ പിന്നെ ലെവൽ 2 3 ഇവിടെ 3 ആയിക്കഴിഞ്ഞാൽ ഇത് ഫുള്ളായി. നമുക്കിത് കിട്ടി, മറുകെ ചെയ്തിട്ട് ഇത് കിട്ടി. എന്നിട്ട് അപ്പോൾ ഈ ബാഡ്ജ് 1 ഡേ ഇത് ഒരിക്കലും ആരും എടുക്കരുത്, വെറുതെ സാധനം വെറുതെയാണിത്. അപ്പോൾ നമ്മൾ പരമാവധി ഇത് 3 ആക്കിയിട്ട് ഇതാക്കാൻ നോക്കുക. അപ്പോൾ നമുക്ക് 20 കോയിൻസ് കിട്ടും. അങ്ങനെ നിങ്ങൾ കുറേ ലെവൽ കൂട്ടി. പിന്നെ അടുത്ത് നമ്മൾ നോക്കാൻ പോകണം. നമുക്ക് പിന്നെ ഇവിടെ ഇത് വേസ്റ്റ് ആയതുകൊണ്ട് നമുക്കിവിടെ ഒരു 15 കോയിൻസ് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഓഷ്യൻ ട്രഷർ ഹണ്ട് വെച്ചാണ്ടല്ലോ, ഇത് സ്പിൻ ചെയ്യാണ്. ഈ ഡ്രോമാണ് കൊടുക്കുക. അപ്പോൾ നമുക്ക് 7 വട്ടം ഡ്രോ ചെയ്യാം. അപ്പോൾ ഇത് ഇവിടുന്ന് ഇങ്ങനെ നീങ്ങി ഏതുമേ ഈ സ്പീഡ് കാർഡ് പറഞ്ഞാൽ എന്താണെന്ന് ഞങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പം നിങ്ങൾക്ക് ഈ കോയിൻസൊക്കെ കിട്ടും. ടലൈറ്റും ബാഡ്ജ് 1 ചാറ്റ് ബബിളൊക്കെ വെറുതെ തന്നെയാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഇത് ഈ കോൺസോളൊക്കെ ചെന്ന് ഞങ്ങൾക്ക് ഈ കോയിൻസ് ഇനി സ്പീഡ് കാർഡ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതാണ് നമ്മൾ ഡെയിലി റിവാർഡ്സ് ഇന്നത്തെ 30 കോയിൻസ് കിട്ടിയിട്ടുണ്ട്. ഈ സ്പീഡ് കാർഡ് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ ഒരു ക്യൂ നിൽക്കുക വിചാരിച്ചു, ഗെയിം കളിക്കാൻ വേണ്ടി എന്ന് വെച്ചാൽ ഈ GTA 5 കളിക്കാൻ വേണ്ടി നിങ്ങൾ ക്യൂ നിൽക്കുകയാണ്. ഈ ക്യൂ നിൽക്കുന്ന ടൈമിൽ നമുക്ക് കുറേ നേരം വെയിറ്റ് ചെയ്യാൻ വയ്യ. അപ്പോൾ നമ്മൾ അടിയിലുണ്ടല്ലോ ഒരു ബ്ലൂ കളറിലൊരു ഇതുണ്ടാവും, ഒരു എഴുത്ത്, ഇത്ര ആൾക്കാർ അതിലുണ്ട്. അപ്പോൾ അതുമ്പോൾ നിൽക്കുക. അപ്പോൾ ഇവിടെ ക്യാൻസൽ ഓക്കെ എന്ന് വരും. ഓക്കെമാൻ കൊടുത്താൽ എത്ര ആൾക്കാരാക്കാരം നിങ്ങൾക്ക് പെട്ടെന്ന് ക്യൂന്നാണ് ചാടുക. എന്ന് വെച്ചാൽ 2 ആൾക്കാരാക്കാനുള്ള ഇതാവുക. നമുക്ക് മുമ്പിൽ ചാടിക്കയറാം. അപ്പോൾ നിങ്ങൾക്ക് പിന്നെ പെട്ടെന്ന് കടക്കാൻ പറ്റും. അതിനാണ് ഈ സ്പീഡ് കാർഡ് ഉപയോഗിക്കുക. പിന്നെ VIP പറഞ്ഞാൽ മറ്റേതാ പോലീസ് മോഡ്, നിങ്ങൾക്ക് കോസ്റ്റ് മറ്റേ കുറേ പരിപാടികളുണ്ട്. പിന്നെ ഫോർസ ഇതാണ് സ്പൈഡർമാൻ 1 ഇതൊക്കെ നിങ്ങൾക്ക് കളിക്കാം ഫ്രീ ആയിട്ട്. അമ്മേൻ്റെ സിറ്റി സ്കൈലൈൻസ് ഒക്കെ ഉണ്ട് ഇതിൽ. ഞാൻ കാണിച്ചു തരാം. റെഡ് ഡെഡ് ഓൺലൈനാണ്. അപ്പോൾ നമ്മൾ സിറ്റി സ്കൈലൈൻസ് ഞാൻ കാണിച്ചു തരാം. സിറ്റി സ്കൈലൈൻസ് കണ്ടോ, സിറ്റി സ്കൈലൈൻസ് ആ കോൺട്രാക്ടർ ഗെയിം പലതരം ഗെയിമുകളുണ്ട്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ മാതിരി നിങ്ങൾക്ക് ചെയ്താൽ നിങ്ങൾക്ക് കോയിൻസ് ഉണ്ടാക്കാം. കോയിൻസ് ഉണ്ടാക്കുക പറഞ്ഞിട്ടില്ലേ, നിങ്ങൾക്കും കോയിൻസ് ഉണ്ടാക്കി സമാധാനത്തോടെ GTA കളിച്ചിരിക്കാം. ഫോർസാർജം വെച്ചൊരു കാറിൻ്റെ ഗെയിമാണ്. അടിപൊളി ഗ്രാഫിക്സൊക്കെ പാടുള്ള ഒരു ഗെയിമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ പരസ്യം കണ്ടിട്ടും അമാതിരി എന്താ പറയുക ഈ ബെഗിനർത്തെ ഇതൊക്കെ എടുത്തിട്ട് നിങ്ങൾക്ക് കോയിൻസ് ഉണ്ടാക്കുക. അപ്പോൾ ഒരു ദിവസം 30-40 കോയിൻസ് ഉണ്ടാക്കാം. അങ്ങനെ 2 ദിവസമായ 80 100 കോയിൻസ് ഉണ്ടെങ്കിൽ അരമണിക്കൂർ കളിക്കാം ഗൈസ്. 177 കോയിൻസ് ഉണ്ടെങ്കിൽ 1 മണിക്കൂർ. അങ്ങനെ ഒരു 200 ഉണ്ടെങ്കിൽ കുറേ നേരം കളിക്കാം. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ ട്രൈ ചെയ്തൊക്കെ എന്നിട്ട് കളിക്കുക. അത്രേ ഉള്ളൂ പറയാനുള്ളൂ. നിങ്ങൾക്കും കളിക്കാം. എന്നാൽ ശരി, ഗുഡ് ബൈ. ഇത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ കമൻറ്റാണ് മെയിൻ. സബ്സ്ക്രൈബും ചെയ്യരുതെന്ന് പറയണില്ല, ചെയ്യണം. ഇതിൽ ചൂച്ചു ചാൾസൊക്കെ കിട്ടും ഗൈസ്. ആ മറ്റേ മോൺസ്റ്റർ ട്രെയിനിൻ്റെ GTA 5 ഇതാണ് ലൈവ് വീഡിയോകൾ. ഇപ്പോൾ ഇയാൾ ലൈവായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന ഇതാണ് നമുക്ക് ഇവിടെ ദൃശ്യം കാണിച്ചു തരുന്നത്. നമ്മളിതൊരു 5 മിനിറ്റ് ഉണ്ട്, നമുക്ക് ആ 5 കോയിൻസ് കിട്ടും. അങ്ങനെ കുറേ. ഇപ്പം നിങ്ങൾക്ക് ഉണ്ടല്ലോ എങ്ങനെ ഫ്രണ്ട് ആവുക എന്നറിയോ. ഇപ്പോൾ ഇങ്ങനെ വരും ഫോർസ അടുത്ത് വിചാരിച്ചോ. അപ്പോൾ ഈ പ്ലേ വരും. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ റീചാർജ് വാച്ച് ആഡ് ടു അൺലോക്ക്. അപ്പോൾ ഈ വാച്ച് ആഡ് ടു അൺലോക്കുമ്പോൾ കൊടുക്കുക. പിന്നെയും തേങ്ങ പറിച്ച് മതി പോയി. നിങ്ങളിപ്പോൾ ഇവിടെ അടിച്ച് കളഞ്ഞേട്ടോ, അടിച്ച് കളഞ്ഞു. നമുക്കത് ആവശ്യമില്ല. നമുക്ക് നമ്മളെ വീഡിയോ എന്നൊരു ചിന്തയുള്ളൂ. പിന്നെ സബ്സ്ക്രൈബ് ടാറ്റ് പോയാൽ കൊടുത്തു. എന്ത് വായ്പ പരിപാടിയാണ്. എടാ ലാഗ് എന്താ അയ്യേ. എടാ ബില്ലുമ്മ തട്ടിയടാ മജ്ജത്ത് മോളെ. നമ്മൾക്ക് എൻ്റെ വന്നിട്ടുണ്ട്. നമ്മൾ നെക്കി പോട്ടെ. വാച്ചാടാണല്ലോ. ഓക്കെ.
അപ്പം നമുക്ക് ഇവിടെ ക്യൂ വരും. എടാ അരുണ് പ്രൊമോഷനായി. അടുത്ത ഓണത്തിന് ഈ മുറ്റത്തൊരു കാർ ഉണ്ടാവും. കാർ ഈ ഓണത്തിന് തന്നെ. എടാ ലാഗാണ്. ഇതാ 257 ആൾക്കാർ. ഈ സാധനം കണ്ടോ? ഈ സ്പീഡ് കാറിൻ്റെ ചെയ്യുന്നിടത്ത് നോക്കിയപ്പോൾ എൻ്റെ അടുത്ത് സ്പീഡ് കാറുണ്ട്. DSM കൊടുത്താൽ നിങ്ങൾക്ക് ഇത്ര ആൾക്കാരായിട്ട് കളിക്കാം. ഇതാണ് സംഭവം. അപ്പം അങ്ങനെയാണ് പരിപാടി. ഇനി എന്താ അങ്ങനെ കളിക്കണം. ഇപ്പം എങ്ങനെ മൾട്ടിപ്ലെയർ എങ്ങനെ കളിക്കാമെന്നാണ് പറയുന്നത്. ഇപ്പം നമ്മൾ ഉണ്ടല്ലോ, ഇപ്പം ഇത് കൊടുത്തു വിചാരിച്ചോ. ഇവിടെ ഇതുണ്ടാവും, എന്താ പറയുക, നമ്മളത് മറ്റേ പ്ലേ കൊടുക്കൂലേ. ഇപ്പം ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇത് ഇൻ ദ ക്യൂ. നമുക്ക് ഈ ക്യൂ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇൻ ദ ക്യൂ കൺഫേം കൊടുക്കുക. അപ്പോൾ അതാ ഒയ്യോ, ഞാൻ ഒരു ഇത് പാടിയെടുത്ത് കാണിച്ചു തരാം. എന്താ പറയുക, ഗ്രാൻഡ് ഫോട്ടോ ചെയ്യാനായിക്കോട്ടെ. ഐശ്വര്യമല്ലേ. ഇതാ ഈ പ്ലേ കൊടുത്തു. അപ്പോൾ ഇതാ സിംഗിൾ പ്ലെയർ. ഇതിൻ്റെ അപ്പുറത്ത് പ്ലേ വിത്ത് ഫ്രണ്ട്സ്. അപ്പോൾ ഇത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രണ്ട്സായിട്ട് കളിക്കാം. നിങ്ങൾ എല്ലാവരും ഒപ്പം കയറണം, എന്നാലും നിങ്ങൾക്ക് കളിക്കാൻ പറ്റുള്ളൂ. എന്നാൽ ശരി, ബൈ. ലൈക്ക്, സബ്സ്ക്രൈബ്, കമൻറ്റ് മെയിൻ. ഓക്കെ ബൈ.